അല്ല അങ്ങനെയല്ല. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ വിഷയം ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാനൊരു ചടങ്ങിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു എടുത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോ എല്ലാവരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളില്. ഞാൻ അംഗമല്ല എങ്കിലും ഞാനും കൂടെ ഒരു സ്ഥാപക അംഗമായ ഒരു സംഘടനയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടാവും. ആ വിഷമം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഒരു ബലിയാടല്ലേ ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മൗനം കാരണം. അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ നിൽക്കേണ്ടി വരുമല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഞാനത് ഈ സംഘടന തുടങ്ങി 94 തുടങ്ങി. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 94, 3, 97, 97 തോന്നുന്നു. അന്ന് കൂടിയ ജനറൽ ബോഡിയില് ഞാന്, മഹേഷ്, ഇടവേള ബാബു, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി യുവ തുർക്കികൾ എന്നും പറഞ്ഞു, തിരുത്തൽവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ മധുസാറായിരുന്നു അന്ന് പ്രസിഡന്റായിട്ട് വന്നത്. അങ്ങനെ വന്നതാണ്. അതൊരു കാലം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ തിരുത്തൽ വാദം എന്നുള്ള സംഭവമല്ല, ശരിപക്ഷവാദം എന്നൊരു ഒരു എന്താ പറയുക ആശയമാണ് ഞാൻ ആ സംഘടനയ്ക്ക് നേരെ ഉയർത്തിയിട്ടുള്ളത്. അവര് എന്നോട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അതിനകത്തൊരംഗം എന്നെ ഷമ്മി തിലകനെ പോലെയുള്ള പ്രതിപക്ഷം ഈ സംഘത്തിൽ വന്നെങ്കിൽ മാത്രമേ, ഈ സംഘടനയിൽ വന്നെങ്കിൽ മാത്രമേ ഈ സംഘടന നന്നാകുള്ളൂ എന്ന് പറഞ്ഞു 2018. അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം. പ്രതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, പ്രതിസ്ഥാനം അങ്ങനൊരു സ്ഥാനമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷമല്ല ശരിപക്ഷമാണെന്ന് ഞാൻ അന്ന് പ്രസ്താവിച്ചതായിരുന്നു. പക്ഷെ എന്റെ ശരി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പുറത്താകേണ്ടി വന്നു. അത് പറയേണ്ട കാര്യമില്ലല്ലോ സാർ. നമ്മള് തെറ്റ് ആര് ചെയ്താലും, ഇപ്പൊ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇന്ന ആണെന്നൊന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സംഘടനയിൽ ഞാൻ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ കണ്ണാടി നോക്കി നമ്മളെ അറിയുക. അതാണ് അവിടുത്തെ കുഴപ്പം. അല്ലാതെ ഞാനൊരു ജാതിയിൽ കൂടിയ ആളാണെന്നോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു സംഘടനയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതാണ് അതിനകത്തെ കുഴപ്പം. അത് എന്നേ പറയുന്നതാണ്, ഇന്ന് തുടങ്ങിയതല്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടതായിരിക്കാം. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരുപക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നു. ഞാനത് മുമ്പും പറഞ്ഞു. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഒരു ഒരു പ്രതികാര മനോഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അവർ എന്നോട് വ്യക്തിപരമായിട്ട് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണ്, അനീതിയാണെന്നുള്ളത് ഒരു കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അപ്പൊ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം, കാവ്യനീതി അങ്ങനെയുള്ള പല വാക്കുകളും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ടാകാം. സാർ, അത് ഇന്നും ഇന്നലെയും പറയുന്നതല്ല. സ്ഥാപിതമായപ്പോൾ മുതല് അതിന്റെ ഒരു ജാതിമായ സംഭവം തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത്. അത് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. തെളിവ് വേണമെങ്കിലും നമുക്ക് ഹാജരാക്കാനായിട്ട് കയ്യിലുണ്ട്, ആ രേഖ കയ്യിലുണ്ട്. രാജിവെച്ചത് കൊണ്ടോ ഭരണസമിതി പിരിച്ചുവിട്ടത് കൊണ്ടോ ഈ പരാതികളും ആരോപണങ്ങളും അങ്ങനെ നിൽക്കുകയാണല്ലോ. അത് സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ. അതിനി അവർക്ക് അല്ലെ നിങ്ങൾക്ക് പോലും റോളില്ല ഇനി അവിടെ, അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങളത് സത്യസന്ധമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തു എന്നല്ലേ പറയാം. ഇനി ബാക്കി കാര്യം നോക്കേണ്ട സർക്കാരാണ് എന്നാണ് എന്റെ വിശ്വാസം.
ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോട്ടമാണെന്ന് പറയാനും എന്താണ് ഉത്തരം മുട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഉത്തരം മുട്ടുന്നതാണെന്ന്. ചില സമയത്ത് ചില ആൾക്കാരത് കൊഞ്ഞനം കുത്തും, ഉത്തരം മുട്ടുമ്പോൾ. ചിലര് മിണ്ടാതിരിക്കും. മൗനം വിദ്വാന് ഭൂഷണം, അങ്ങനെയുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ശരിയല്ലേ? അത് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഇത്രയും 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളിൽ എന്തായാലും ഒരു 4-3 പേര് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പം അവരെ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നിയത്. എല്ലാവരും രാജിവെച്ചത്. ഇന്നലെ പൃഥ്വിരാജ് അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇനി ഈ യങ്സ്റ്റേഴ്സ് നേതൃനിരയിലേക്ക് വരുന്നതിനെക്കുറിച്ച് അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത്. നമ്മളെന്നും ഈ എന്താണ് അത് ഒരിക്കൽ നമ്മുടെ ജഗദീഷ് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവം മാതൃഭൂമി ചാനലിൽ കൂടിയാണെന്ന് തോന്നുന്നു. എനിക്കത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ടത്. അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് ഈ അദ്ദേഹത്തിന്റെയും മിസ്റ്റർ ബാബുരാജിന്റെയും വോയിസ് ലീക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാണ് ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത്. താരങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ളതല്ല, അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞതിനായിട്ട് ഞാൻ ആ ജനറൽ ബോർഡിൽ പറയുകയും ചെയ്തതാണ്. അതാണ് നമ്മളെല്ലാം കരുതേണ്ടത്. കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു സംസ്കാരം, അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത്. അതാണിപ്പോൾ കാണുന്നത്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണിത് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണോ പോകേണ്ടത് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി? അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. അവർക്ക് നല്ല ഫ്രഷായിട്ട് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നല്ല ഒരു അവസ്ഥയിൽ അതിനെ കൈമാറണം. ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹേഷിനെതിരെ പരാതികൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉയർത്തുന്നു. എത്ര പരാതികൾ? 3 ഇതുവരെ 3 വന്നു മുകേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോരെ? അല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചാണ്. കാര്യം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ? അല്ല, ആയിരിക്കാം, അല്ലായിരിക്കാം. അതൊക്കെ സർക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്ക് അല്ല, ഈ സാഹചര്യത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ രാജ്യത്തേ ഉള്ളതിനല്ല, സത്യമാണ്. മൗനം വിദ്വാന ഭൂഷണം. ഞാനൊരു വിദ്വാനാണ്. സാധ്യത കാണുന്നുണ്ട്. വരണം. അത് ഒരു പുതിയ അതിനകത്താണ് ജനറൽ അവരുടെ ബൈലോയിൽ തന്നെ ഉണ്ടത്. നേതൃനിരയിൽ വരണമെന്നുള്ളത് ബൈലോയിൽ തന്നെ പറയുന്നുള്ളത്. അത് വരണം. അതിനകത്തെന്താ തെറ്റ്? അത് വരണം. ധാർമ്മികത നല്ലതാണ്, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതെ, അത് ഞാൻ എന്ത് പറയാനാ അതിനൊക്കെ? എനിക്ക് സത്യസന്ധ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. 2005 വിവരാവകാശ നിയമം ഇംപ്ലിമെന്റ് ആയിട്ടും വിവരമില്ലാതെ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയുന്ന പോലെയാണ്. അവർക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ. വിവരമില്ലായ്മ, അതേ പറയാനുള്ളൂ. അല്ലെ, ഔഷധം കുറച്ച് കഴിയുമ്പോൾ എക്സ്പയറി ആവുമല്ലോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലെ, അങ്ങനെയുണ്ടല്ലോ. നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഔഷധം ഉപയോഗിക്കരുതെന്നല്ലേ? അതായിരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്നുള്ളത് ഉദ്ദേശിച്ചായിട്ടായിരിക്കും അദ്ദേഹം. അതല്ല, ഞാൻ ഔഷധത്തിന്റെ കാര്യം പറഞ്ഞു. അയ്യോ, കാര്യം
അതെ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങയുടെ പരാതി ജെന്യൂനാണ്, WCCയുടെ പരാതിയും ജെന്യൂനായിരിക്കാം. പക്ഷെ അല്ലാതെ ഇപ്പൊ വരുന്ന ഈ ആരോപണങ്ങൾ അതിലേക്ക് ഒരു എത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ളതാണ് അത് വ്യക്തിപരമായി അത് പരിഗണിക്കുന്നത്? സാർ അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ആ രീതിയിലല്ല ഇതിനെ എല്ലാം കൂടി അവിയൽ പരുവമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ എന്താണ് ജുഡീഷ്യൽ ക്ലാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ ചോദ്യം ഞാൻ 100% യോജിക്കുന്നു. കാര്യം ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോഴാണ് മറ്റേ എന്താണ് മിസ്റ്റർ രഞ്ജിത്തിന്റെ വിഷയം വരുന്നത്. അത് ഇതിനകത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. പക്ഷെ എങ്കിലും അത് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് അങ്ങനെ വന്നു. അത് ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ധാർമ്മികത പോലെ അദ്ദേഹം ചെയ്തു. അത് ഓക്കെ, അതാണ് നമ്മൾ യോജിക്കുന്നത്. പക്ഷേ അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡില് ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പലതും മുങ്ങിപ്പോവുക. അങ്ങനെയുള്ള അപ്പൊ ഒരുപക്ഷെ അതിനുവേണ്ടി ഞാൻ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലതും അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് തോന്നാതിരിക്കുന്നില്ല. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങ് പറയുന്ന ചോദ്യത്തിനോട് അതെ കാര്യം ഈ മറ്റതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി പോയി ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അതൊരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിന്റെ തന്നെ ഒരു തന്ത്രവുമാകാം. പല തീരുമാനങ്ങളും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് കാര്യം അത് എനിക്കും അറിയാം. അത് ഞാൻ പൊളിക്കും, അത്രേ പറയാനുള്ളൂ. എന്തായാലും നാളെ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇത്രയും നാള് പറഞ്ഞിട്ട് വെച്ചിട്ട് പെട്ടെന്നെടുത്ത് അങ്ങോട്ട് ഇട്ട് അതിന്റെ കൂടെ ഇങ്ങനെ അദാലത്തുകൾ നടക്കുന്നു എന്നുകൊണ്ട് ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. സാർ കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു ആരോപണം നേരത്തെ വന്നിരുന്നല്ലോ. ഈ അതിനകത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിലുള്ള ഒരു മന്ത്രിയുണ്ട്, 2 MLA-മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടല്ലോ. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ആകാം, അത് സാധ്യത കാണുന്നു. നമുക്കിപ്പോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളൊരു CCTV അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ CCTV-കളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വേണം പോയി നോക്കേണ്ടത്. അത് നോക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുമായിരുന്നു ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. ഒരിക്കലും ഇല്ല, അമ്മയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല. അമ്മയിൽ അത് എന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. എനിക്ക് അമ്മയിലെ ചില ഇങ്ങനെ ഇൻവേർട്ടർ 5-10 ഇൻവേർട്ടർ കോമയിലാണ് അച്ഛൻ ആ ഒരു ഡയലോഗ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ചില അംഗങ്ങൾ അമ്മയോട് ഇപ്പോഴും ബഹുമാനം തന്നെയാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് ഞാനും എഴുതി കൊടുത്തിട്ടുള്ള വാചകമാണ്. എനിക്കും ബഹുമാനം തന്നെയാണ്. ഞാനോ? അല്ലെ, മടക്കയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, ഈ പറഞ്ഞ പോലെ നമുക്കത് എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. കാര്യം എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നോട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ ആരായിക്കോലെ, അത് ഈ ഏത് സ്വർഗരാജ്യത്താണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് എന്തായാലും പറയുന്നത്, പാരഡൈസ് എന്നുള്ളതിന് സ്വർഗരാജ്യത്തിലാണെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് മാലാഖമാരാണെങ്കിലും മാലാഖമാരെ എന്നെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നടക്കുന്നവരാണെങ്കിൽ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അമ്മ ഇപ്പൊ തന്നെ മുട്ടി നടക്കാൻ വയ്യ, എന്തിനാണ് ഇനി പുതിയ സംഘടന? അത് തന്നെയാണല്ലോ മാഫിയ എന്ന് അച്ഛൻ വിശേഷിപ്പിച്ചത്. അത് തന്നെയാണല്ലോ സംഘടനയിൽ അധീശത്വമുള്ളവരെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത്. അത് തന്നെയാണല്ലോ പവർ ഗ്രൂപ്പ് എന്ന് ഇവര് പറഞ്ഞത്. യുവാക്കളെ ഉൾപ്പെടുത്തി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കമ്മിറ്റിയിലേക്ക് വരിക എന്നുള്ള ഒരു കാര്യമാണ് അവരൊരു പക്ഷേ സമീപിക്കാൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ഒരു ഒരു പുതുക്കം വരികയാണെങ്കിൽ തിരികെ പോകുമോ? ഞാനോ? അല്ലാതെ അന്നേരത്തെ കാര്യമില്ലേ, നമുക്ക് മനുഷ്യരാണ്, പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ മനസ്സിലെ കാര്യം ഞാനും പറഞ്ഞല്ലോ, സംഘടന എന്ന് പറയുന്നതോട് ആ സംഘടനയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നവനാണ്. എന്താ പറയുന്നത്, അമ്മയെ അന്ന് എന്റെ സ്വന്തം അമ്മയെ പോലെ എനിക്ക് 2 അമ്മമാരുണ്ട്, 3ാമത്തെ അമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടിരുന്നവനാണ്. അതുപോലത്തെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന എന്നെയാണ് ഞാനൊരു ദിവസം അത് പറയുകയും ചെയ്തിട്ടുണ്ട് 2018 അന്നത്തെ സെക്രട്ടറിയോടൊത്ത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതി കൊടുത്തിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങള് ഞാൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്താണ് കമ്മിറ്റി അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ
ആ അമ്മ സംഘടനയ്ക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ് ഷമ്മി തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കുക എന്ന് തന്നെയാണ് ഞാൻ 2018 എഴുതി കൊടുത്തിരുന്നത്. ഇത് തന്നെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് അവിഹിതത്തിലുണ്ടായ മകനാണ് ഷമ്മി തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കുക. അവരത് 2023-ലാണെന്ന് തോന്നുന്നു എന്നെ പുറത്താക്കിയത്. ചിലപ്പോൾ ഞാൻ അവിഹിത സന്തതിയാണെന്ന് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? ഇനിയിപ്പോൾ സ്വത്തിന്റെ അവകാശം വല്ലതൊക്കെ തരേണ്ടി വരുമെന്ന് നമുക്ക് പേടിയുണ്ടാവും. പലർക്കെതിരെ ആരോപണമുണ്ടോ, എക്സിക്യൂട്ടീവിലുള്ളവർക്കെതിരെ ആരോപണമാണ്. അപ്പോഴൊക്കെയും തന്നെ ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനം വിളിച്ചു പ്രസിഡന്റിലേക്ക് ചോദ്യങ്ങൾ എത്താറുണ്ട്. ആ ചോദ്യം തന്നിലേക്ക് എത്തരുതെന്നുള്ള ഒരു ആഗ്രഹം മോഹൻലാലിനുണ്ടായിരുന്നതാണ്. അത് മോഹൻലാലിനോട് ചോദിക്കണം. എനിക്കത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. സാർ, അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഒരു ഫാക്ട് ചെക്കിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഫാക്ട് ചെക്കിംഗ് റിപ്പോർട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ് നീതിന്യായ വ്യവസ്ഥയുണ്ട്, അതെല്ലാം അവർ നോക്കും. അന്നേരം അവർ തീരുമാനിക്കട്ടെ. നമ്മൾ അവിടെ ചെന്നിട്ട് വാദിയും പ്രതിയും ചെന്നിട്ട് കാര്യങ്ങൾ പറയുക, ബോധിപ്പിക്കുക. അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിന്റെ നല്ല കൃത്യമായ തീരുമാനം പറയൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും നമ്മൾ സങ്കല്പത്തിലുള്ള ഓരോ അനുമാനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഏതൊരു എന്താണ് ഒരു കേസ് വരുമ്പോൾ ഒരു വാദി ഉണ്ടാവും, ഒരു പ്രതി ഉണ്ടാവും. അപ്പോൾ വാദി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത് പ്രതിസ്ഥാനത്തുള്ള ആള് അല്ലെങ്കിൽ ആരോപണ വിധേയൻ അതിനകത്ത് അതിന് ഇതിന് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത്. അത് അദ്ദേഹത്തിന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹം ജയിക്കും, അത്ര തന്നെ അല്ലേ? ശരിയല്ലേ? അല്ല, പിന്നെ അഞ്ചാമത് വന്നാലോ? അത് എന്തിന് പ്രതികരിക്കണം? അങ്ങനെ അതിന് ആവശ്യമുണ്ടോ? ഞാൻ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്റെ മണ്ഡലമല്ല. അതെ. അല്ല, അങ്ങനെ വല്ല ചോദ്യങ്ങളായിരുന്നെങ്കിലും കാര്യം ഞാൻ അദ്ദേഹത്തിനടുത്ത് ഈ പറഞ്ഞ കൊല്ലം കോർപ്പറേഷനിലെ ചില അഴിമതികളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഒരു ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണല്ലോ കൊല്ലം കോർപ്പറേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായ തെളിവോടെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന സംഭവമാണ് ഒരു MLA എന്ന നിലയിൽ. പോയി അത് പിടിക്കാവുമാർക്കിട്ട് ശരിക്കും പണി കൊടുക്കുക, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഡേ നീ ചുമ്മാ ഇരടേ, ജീവിക്കാൻ സമ്മതിക്കില്ലടേ എന്നാ പറഞ്ഞത്. സോറി, ചലച്ചിത്ര നയരൂപീകരണം ആര് മുകേഷ് ഒക്കെ ഇനിയിപ്പോ പോവുമല്ലോ. മാറ്റണം. ധാർമ്മികത അവിടെയല്ലേ പ്രകടിപ്പിക്കേണ്ടത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. സർക്കാർ അത്ര നമ്മളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സർക്കാരിനെ. കാര്യം അവർ ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നില്ല, എല്ലാ സർക്കാരും ഇന്നയാളെന്നൊന്നുമില്ല ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പോസിറ്റീവായിട്ട് കാണാവുന്ന കാര്യം, അതൊക്കെ മാന്യമായിട്ട് തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിമർശിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ അവകാശം അത് ഭരണഘടന തന്നെ പുള്ളിക്ക് അനുശാസിക്കുന്നുണ്ട്. നിങ്ങളത് കേൾക്കാനും നിങ്ങൾക്ക് അതിൻ്റെയുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട്, അല്ലേ? അങ്ങനെ എടുത്താൽ മതി. നിങ്ങളെന്ന് വെച്ചിട്ട് നിങ്ങളതിന് തളർന്നു പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരുടെയും വിമർശനം കേട്ട് നമ്മൾ തളരേണ്ട കാര്യമില്ല, അല്ലേ? അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ തന്നെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പുള്ളി മുകേഷിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ അദ്ദേഹത്തിന് ന്യായീകരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ട്. നമ്മളെന്തിനാണ് അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു.
സംസ്ഥാനം പ്രസിഡന്റ് അതിനെതിരാ പറഞ്ഞത്. അതെങ്ങനെ ഇപ്പൊ എന്റെ അച്ഛൻ പറയുന്ന പോലെ തന്നെ ഞാനും പറഞ്ഞു നടക്കണമെന്ന് പറയുന്നത് അതൊരു അനാവശ്യ പിഴമ്പിടുത്തമല്ലേ? അതെങ്ങനെയാ ശരി? അച്ഛൻ മകൻ എന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ.